സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ വിളിച്ച യോഗത്തിൽ സമവായമായില്ല. മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ യോഗം ബഹിഷ്കരിച്ചതോടെ ചർച്ച നടന്നില്ല. ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്ത നേതാക്കളുമായി പാണക്കാട് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, സമസ്തയിൽ ഒരു സമവായം തേടിയായിരുന്നു ഇന്ന് ചർച്ച നടക്കുന്നത്. പക്ഷേ അതിൽ ലീഗിനെ എതിർക്കുന്ന വിഭാഗം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം. അത് എന്താണ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്? ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഈ സമസ്തയിലെ ഭിന്നത വർദ്ധിക്കുവാൻ തന്നെയാണോ സാധ്യത? ചർച്ചയിൽ സമവായമുണ്ടെങ്കിലും ഈ ചർച്ചയ്ക്ക് സമവായത്തിന് എത്തേണ്ടവർ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. അതായത് ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ ആരും ഈ സമസ്തയുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലീഗിലെ ഏതാനും നേതാക്കളും അതുപോലെ സമസ്തയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് മലപ്പുറത്ത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലീഗ് വിരുദ്ധരുമായുള്ള തർക്കമാണ് ഈ ചർച്ചയ്ക്ക് മൂലകാരണം. ആ കാരണത്തെ തുടർന്നുണ്ടായ തർക്കവും വിഭാഗീയതയും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു സമവായ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തതും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും അതിന് മുന്നിൽ നിന്നത് സംസ്ഥയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, സംസ്ഥയുടെ സെക്രട്ടറിയും അതുപോലെ അലവി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ ലീഗ് വിരുദ്ധരായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണമുള്ള മറ്റ് വിഭാഗത്തിലെ ആരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മർ ഫൈസി മുഖത്തുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തതും അഭിപ്രായങ്ങൾ തെരുവിൽ വരെ അഭിപ്രായ പ്രകടനങ്ങൾ എത്തിയതുമെല്ലാം അതായിരുന്നു. അത് തന്നെയായിരുന്നു അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. സമസ്തയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമവും അതുപോലെ തന്നെ ഇത് സംഘടന രണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സമസ്തയുടെ ഭാഗത്തുനിന്നും ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ അതിന് ഒരു വിഭാഗം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ലീഗ് അനുകൂല സമസ്തയിലെ വിഭാഗവും അതുപോലെ തന്നെ ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെ സമസ്തയിലെ ഏതാനും നേതാക്കന്മാരും മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും സമവായമില്ലാതെ സമസ്തയിലെ പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ്. ലക്ഷ്മി, ഈ ചർച്ച ബഹിഷ്കരിച്ചവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ശാന്തൻ? ഇല്ല, അവർ ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഒന്നിനും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും അവർ ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇക്കാര്യം നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് 11-ാം തീയതി മുഷാവറ യോഗമുണ്ട്. മുഷാവറ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഒരു സമവായ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് വിരുദ്ധർ പറഞ്ഞിരുന്നത് സംസ്ഥയ്ക്ക് സമാന്തരമായി ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കി, സമസ്തയിൽ ഒരു ആചാര സംരക്ഷണ സമിതി ഉണ്ടാക്കിയവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അത്തരം നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് മുഷാവറ യോഗമാണ്. ആ മുഷാവറ യോഗത്തിന് 11-ാം തീയതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. അതിനു മുമ്പ് ഒരു സമവായ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് അവർ നേരത്തെ അനൗദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തും സൂചിപ്പിക്കുന്നതും തന്നെയാണ് ഇന്നത്തെ ഈ സമവായ ചർച്ചയിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ഇത് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.